ഹലോ, ഇന്ന് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? നമ്മൾ ഫ്രെയിംസ് വാങ്ങാൻ വരുമ്പോൾ പലരും ഫേസിന് ചേരുന്നുണ്ടോ എന്ന് മാത്രം നോക്കി വാങ്ങുന്നുണ്ട്. അതൊരു തെറ്റല്ല. പക്ഷെ നിങ്ങൾ ഫ്രെയിംസ് വാങ്ങുമ്പോൾ നിങ്ങളുടെ പർപ്പസും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ഫ്രെയിം ചൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ലൈഫ് നമുക്ക് മാക്സിമം ആക്കാൻ പറ്റും. സോ അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഫ്രെയിംസിനെ പറ്റി ഒന്ന് പറയാണ്. ചെറിയ ഡീറ്റെയിൽ ഫ്രെയിംസ് ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു വെരി ഫെമിലിയർ ആയിട്ടുള്ള ടൈപ്പാണ് ഇത്. അതായത് ഇതൊരു റെയ്ബാൻ്റെ ഫുൾ ഫ്രെയിം മെറ്റൽ ഫ്രെയിമാണിത്. ഇത് റെയ്ബാൻ്റെ ഏറ്റവും ഫേമസ് ആയ പോപ്പുലറായ ഏവിയേറ്റർ എന്ന ഒരു മോഡലാണ്. ഇതൊരു മെറ്റൽ ഫ്രെയിമാണ്. ഈ ഫുൾ ഫ്രെയിമിൽ തന്നെ പല മെറ്റീരിയലാണ്. ഇപ്പം ഇത് ഒരു ഷെൽ ടൈപ്പ്, ഒരു പല പല കളേഴ്സ്. ഇപ്പോൾ ഒരുപാട് പേര് വാങ്ങുന്നത് ഇതാണ്. കളേഴ്സ് ട്രാൻസ്പെറൻറ്റിലും ഒരേപോലെ കളർ വരുന്നത്. ഇതിന് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ റെയ്ബാൻ്റെ ആണെങ്കിൽ കണ്ടോ, ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരും, ഇങ്ങനെ പല ടൈപ്പ് വരും. ഇതെല്ലാം ഫുൾ ഫ്രെയിമാണ്. ഇനി നമുക്ക് ഫുൾ ഫ്രെയിമിൻ്റെ ഒന്ന് രണ്ട് പോയിന്റ് ഞാനൊന്ന് പറയാം. നിങ്ങളൊന്ന് കൺസിഡർ ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഫുൾ ഫ്രെയിമിനെ പറ്റി പറയുവാണെങ്കിൽ, ഈ ഫുൾ ഫ്രെയിം മാക്സിമം കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ വളരെ റഫായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, കെയറിങ് കൊടുക്കാതെയാണ് ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ ഫ്രെയിം വെച്ചിട്ട് എണീറ്റ് പോകുന്നവരുണ്ട്. ഒരിക്കലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പൗച്ചിൽ തിരിച്ചടച്ച് വെച്ച് ഉപയോഗിക്കാത്ത ഒരുപാട് കസ്റ്റമർ ഉണ്ട്. ജസ്റ്റ് അതേപോലെ തന്നെ വായിക്കുകയാണെങ്കിൽ വായിച്ചു കഴിഞ്ഞ് മടക്കി അവിടെ തന്നെ ഇട്ടിട്ട് പോകും. അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. കേസസിൽ വെച്ച് സൂക്ഷിക്കുകയേ ചെയ്യില്ല. അങ്ങനെയുള്ള ടൈപ്പ് സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഫുൾ ഫ്രെയിം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുൾ ഫ്രെയിം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നമ്മുടെ ലെൻസിനെ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലെൻസസ് ഒരു സ്ഥലത്തും, അതായത് നമ്മൾ വെക്കുമ്പോഴോ മറ്റും, അതായത് കയ്യിൽ നിന്ന് വീണു പോകുമ്പോഴോ ഒന്നും സ്ക്രാച്ച് ആവാനോ പൊട്ടാനോ വീണിട്ട് പൊട്ടാനുള്ള സാധ്യത, അങ്ങനെയുള്ള ചാൻസസ് ഏറ്റവും കുറവ് ഈ ഫുൾ ഫ്രെയിമിനായിരിക്കും. അതുകൊണ്ട് റഫായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ഫ്രെയിമാണ് ഫുൾ ഫ്രെയിം. ഇതിൽ തന്നെ പല മോഡൽസ് ഉണ്ടല്ലോ. അത് നിങ്ങളുടെ മുഖത്തിന് ചേരുന്ന മോഡൽ നോക്കി വെച്ചാൽ മതി. പക്ഷെ നിങ്ങളുടെ യൂസേജിനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതേ കണ്ടോ, അതിൽ തന്നെ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് മോഡലാണ് ഹാഫ് ഫ്രെയിം. പേര് പോലെ തന്നെ ഇതേ കണ്ടോ, ഹാഫാണ് കവേർഡ് ആയിട്ടിരിക്കുന്നത്. ഇതേ കണ്ടോ, ഇത് ഇത്രയും ഓപ്പൺ ആണ്. ഇതിന് നമ്മൾ ഈ മേളത്തെ പോലെ കവറിങ് ഇല്ല. അപ്പോൾ ഇത് അത്രയ്ക്കും സപ്പോർട്ട് ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതിന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇതിൻ്റെ അടിയിൽ ഒരു ത്രെഡ് സപ്പോർട്ട് ഉണ്ട്. ഇത് കയ്യിൽ നിന്ന് വീണു പോയാൽ ഈ ത്രെഡ് സപ്പോർട്ടേ ഉള്ളൂ. എവിടെയെങ്കിലും കൊണ്ടാൽ പെട്ടെന്ന് അത് ഊരി പോരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിൽ തന്നെ പലരും ഈ ത്രെഡിൽ നിന്ന് വിട്ടിട്ട് ഈ സാധനം കൊണ്ട് വരുന്നുണ്ട്. ഫ്രെയിം ലെസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് കണ്ടോ, ഒരു സ്ഥലത്തും ഇത് കവേർഡ് അല്ല, ഫുള്ളി ഓപ്പൺ ആണ്. ഇങ്ങനെയുള്ള ഒരു ഫ്രെയിമിന് അതിൻ്റെ പോസിറ്റീവ്സും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്രെയിം എല്ലാ ഫേസിനും ചേരും. പൊതുവെ എല്ലാ ഫേസിനും ചേരുന്ന ഒരു ടൈപ്പാണ്. അതിൻ്റെ കാരണങ്ങളിലൊന്നും ഇതിന് ഫ്രെയിം ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ മുഖത്തിൻ്റെ ഷേപ്പ്, ഫേസിൻ്റെ ഷേപ്പ് ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റുന്നത് ഈ ഫ്രെയിംലെസ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വെക്കുന്നവർക്കായിരുന്നാലും ഫുൾ ഫ്രെയിം പറയുവാണെങ്കിൽ ഇതിൻ്റെ ബോർഡേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കുമ്പോൾ ബോർഡർ കാണാൻ പറ്റും. പക്ഷെ ഇതിലാണെങ്കിൽ ഇതിന് ബോർഡർ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെക്കുന്ന ആൾക്കായിരുന്നാലും ഈ ഫ്രെയിംലെസ് വെച്ചിരിക്കുന്ന ഒരാളെ ദൂരെ നിന്ന് ഒരാൾ കാണുമ്പോഴാണെങ്കിലും ഫ്രെയിം വെച്ചിരിക്കുന്നതായിട്ട് ഒരു തോന്നലേ ഉണ്ടാവില്ല. അത്രയ്ക്കും വളരെ ഫേസിനോട് ചേർന്ന് നിൽക്കുന്ന, നമുക്ക് വളരെ യോജിക്കുന്ന ഒരു ടൈപ്പ് ആക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഫ്രെയിംലെസ്സിൻ്റെ നമ്മൾ കുറേ പോയിന്റ്സ് പറഞ്ഞു. അതിൽ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഫ്രെയിംലെസ്സിൻ്റെ ഈ ഷേപ്പ് എങ്ങനെ ഞാൻ ഉപയോഗിക്കും, ഇതെൻ്റെ ഫേസിന് ചേരില്ലല്ലോ എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവർക്ക് അതിനുമുണ്ട് ഓപ്ഷൻ. ഇത് നോക്കിക്കേ, ഇതും ഫ്രെയിംലെസ് ആണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു ഡിഫറെൻ്റ് ആയ ഒരു ഷേപ്പാണ്. ഇതേ ഷേപ്പിൽ നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഷേപ്പ് ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ഈ ഷേപ്പാണ് നിങ്ങൾക്ക് മുഖത്ത് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ സൈസിൽ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ വേറെ വേറെ ഷേപ്സ് ആണ്. ഇതുപോലെ ഒരുപാട് ഷേപ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന്
ഇൻഫർമേഷന് വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പൊ ഏത് തരം നിങ്ങൾക്ക് വേറെ ഒരു ഇഷ്ടപ്പെട്ടത്, അതായത് ഗ്ലാസിന്റെ ഷേപ്പാണ് ഇഷ്ടപ്പെട്ടത് എങ്കിൽ ആ ഷേപ്പിനെ തന്നെ നമുക്ക് നിങ്ങളുടെ പവർ ഗ്ലാസ്സിലായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ജസ്റ്റ് ഫ്രെയിമിന്റെ കേസാണ് പറയുന്നത്. ഇത് ഫ്രെയിംലെസ് ആണ്, ഇവിടെ മാത്രമേ സപ്പോർട്ടുള്ളൂ. സോ അപ്പൊ കെയറിങ് തീരെ ചെയ്യാത്ത ആൾക്കാർ ഇത് വാങ്ങുമ്പോൾ രണ്ടാമതും കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഫേസിന് ചേരാൻ വേണ്ടി ഏത് ടൈപ്പ് വേണമെങ്കിലും, ഇപ്പൊ ഇതിൽ ഗ്ലാസിന്റെ പാറ്റേൺ മാറ്റുന്നത് പോലെ ഫുൾ ഫ്രെയിമിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ പല മെറ്റീരിയലിലോട്ട് മാറ്റാം. മെറ്റൽ മാറ്റാം, ഫൈബർ ആക്കാം, ഷെല്ലാക്കാം. ഷെല്ലിൽ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. താങ്ക് യു.